Next, rules of inference. There are different terminologies related to these rules of inference. An argument is a sequence of statements that ends with a conclusion. The premises of an argument are the statements that are known or assumed or given. An argument is valid if the conclusion or the final statement must follow from the premises. That is, whenever the premises are true, then the conclusion is also true. The premises implies the conclusion. Okay, an argument is clear if each statement is a premise or clearly follows from the previous statement. An argument is clear if each statement is a premise or clearly follows from the previous statement. A rule of inference is a valid argument form. Or we can say the rules of inference are the templates for building valid arguments. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ദാറ്റ് എൻഡ്സ് വിത്ത് എ കൺക്ലൂഷൻ. അപ്പോൾ പ്രിമൈസസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സിൽ വിച്ച് ഓൾ statements are known or assumed or given, then those statements we can say as a premise. Okay, then an argument is valid if the conclusion or the final statement must follow from the premises. അതായത് ഒരു പ്രിമൈസസിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഒരു വാലിഡ് ആർഗ്യുമെൻ്റ് ആണ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഏതൊക്കെ പ്രിമൈസസ് ആണോ ട്രൂ ആയിട്ടിരിക്കുന്നത് അതിൻ്റെ കൺക്ലൂഷനും true ആയിരിക്കും. That means the premises implies the conclusion. Okay, the argument is clear if each statement is a premise or clearly follows from the previous statement. അതായത് ഓരോ ആർഗ്യുമെൻറ്റും ക്ലിയർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പുതിയതായിട്ട് നമുക്കൊരു ആർഗ്യുമെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള പ്രിമൈസസിന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ക്ലിയർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് റൂൾ ഓഫ് ഇൻഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു വാലിഡ് ആർഗ്യുമെൻ്റ് ഫോമായിരിക്കും. റൂൾസ് ഓഫ് ഇൻഫറൻസ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആർഗ്യുമെൻറ്റ് ഫോമാണ്. അതായത് നമുക്ക് ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ആ ഒരു ഫോമാറ്റിൽ നിന്നും നമുക്ക് പുതിയതായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ഈ ഒരു റൂൾസ് ഓഫ് ഇൻഫറൻസ് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വാലിഡ് ആർഗ്യുമെൻറ്റ്സ് യൂസിങ് പ്രൊപ്പോർഷണൽ ലോജിക്. Consider the following argument that is a sequence of proposition. First one is, if the teacher offers chocolate for an answer, you answer the teacher's question. And the teacher offers chocolate for an answer. Therefore, you answer the teacher's questions. Let P be the teacher offers chocolate for an answer and Q be you answer the teacher's question. The form of the above argument is P implies Q and P. Okay, therefore Q, the argument is valid since P implies Q and P implies Q is a tautology. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് എന്താണ്? അതായത് ഒരു ടീച്ചർ ചോക്ലേറ്റ് ഓഫർ ചെയ്യുന്നു ഫോർ ആൻ ആൻസർ ആൻഡ് യു ആൻസർ ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ടീച്ചർ നെക്സ്റ്റ് എന്താണ്? ദ ടീച്ചർ ഓഫേഴ്സ് ചോക്ലേറ്റ് ഫോർ ആൻ ആൻസർ. അപ്പോൾ ടീച്ചർ ഓഫർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യു ആൻസർ ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പിയിലേക്ക് എടുക്കാം. പി എന്ന് പറയുന്നത് ദ ടീച്ചർ ഓഫേഴ്സ് ചോക്ലേറ്റ് ഫോർ ആൻ ആൻസർ. ക്യൂ എന്ന് പറയുന്നത് യു ആൻസർ ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി, ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ക്യൂ നമുക്കതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി എന്ന് പറയുന്നത് ഇംപ്ലൈസ് ക്യൂ ഒരു ടോട്ടോളജി ആണ് എന്ന് നമുക്ക് പറയാം.
ഓക്കെ അല്ലേ? അതായത് നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓരോ വേരിയബിളിൽ വെച്ച് നമുക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ കൺവേർട്ട് സിംബോളിക് ലാംഗ്വേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് സിംബോളിക് ലാംഗ്വേജ്, അതായത് പി എന്ന് പറയുന്ന വേരിയബിളും ക്യൂ എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി എന്ന അറ്റോമിക് വേരിയബിളിലേക്ക് നമ്മൾ ഏത് കൊടുത്തു? ദ ടീച്ചർ ഓഫേഴ്സ് ചോക്ലേറ്റ് ഫോർ ആൻ ആൻസർ. ക്യൂ എന്ന് പറയുന്നത് യു ആൻസർ ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ. അതിൽ പി ട്രൂ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് പറയാം? ക്യൂ ട്രൂ ആണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. These are the some of the rules of inference. First one is P implies Q, therefore Q. So we can write it like a tautology. The form of P and P implies Q implies Q. And this is what we call a modus ponens, or mod that affirms. And next inference rule is negation Q and P implies Q, therefore negation Q. Okay, so negation Q and P implies Q implies negation P. And this is what we call a modus tollens. And next one, P implies Q and Q implies R, therefore P implies R. And we can write it as P implies Q and Q implies R implies P implies R. And this is what we call a hypothetical syllogism. And the fourth one is P or Q and negation P implies therefore Q. Or we can write it like P or Q and negation P implies Q. And this is called disjunctive syllogism. And next one, P implies P or Q. This is called addition. And P and Q, therefore P, that is equal to, that implies P and Q implies P is called simplification. P, Q, therefore P and Q. So P and Q implies P and Q. Okay, that is called conjunction. And next one, P or Q, negation P or R, then Q or R. Okay, that is called resolution. So these are the rules of inference. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ P ട്രൂ ആണ്, P ഇംപ്ലൈസ് Q ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Q ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ P ഇംപ്ലൈസ് Q എന്ന് പറയുന്നത് ടോട്ടോളജി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, നെഗേഷൻ Q ആൻഡ് P ഇംപ്ലൈസ് Q ആണെങ്കിൽ നെഗേഷൻ P ആണെന്ന് പറയാം. അപ്പോൾ ഈ റൂൾസിൻ്റെ ഇതിൻ്റെ പേര് കൂടി നമ്മളതിൻ്റെ കൂടെ പഠിച്ചു വെക്കാം. മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സില്ലോജിസം, അതുപോലെ ഡിസ്ജങ്ക്റ്റീവ് സില്ലോജിസം. ഓക്കെ, ഇപ്പോൾ P ഓർ Q ട്രൂ ആണ്, നെഗേഷൻ P ട്രൂ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം, Q ട്രൂ ആണെന്ന് പറയാം. കാരണം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് P ഓർ Qയിൽ ഇവിടെ P ഓർ Q ട്രൂ ആണ്. ഓക്കെ, അതിൽ P ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ട്രൂ ആയിരിക്കണം? Q ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ, അല്ലേ? അപ്പോൾ P ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇവിടെ നെഗേഷൻ P ആണ് ഇവിടെ ട്രൂ ആയിട്ടിരിക്കുന്നത്. ഇവിടെ നെഗേഷൻ P ആണ് ട്രൂ ആയിട്ടിരിക്കുന്നത്. നെഗേഷൻ P ട്രൂ മീൻസ് P ഈസ് ഈക്വൽ ടു ഫോൾസ്. അപ്പോൾ ഈ P ഓർ Q ട്രൂ ആണ്, P ഫോൾസ് ആണെങ്കിൽ Q ഷുഡ് ബി ട്രൂ. അപ്പോൾ അവിടെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്ജങ്ക്റ്റീവ് സില്ലോജിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, P ഈസ് ട്രൂ, ദെൻ P ഓർ Q മസ്റ്റ് ബി ട്രൂ. ഓക്കെ, അതായത് P ട്രൂ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി നമ്മുടെ ഓർ കണ്ടീഷനിൽ, അല്ലേ? അപ്പോൾ P ട്രൂ ആണെങ്കിൽ P ഓർ Q നമുക്ക് എന്ത് പറയാം? ട്രൂ ആണെന്ന് പറയാം. അതുപോലെ P ആൻഡ് Q ട്രൂ ആണെങ്കിൽ P എന്ത് തന്നെയായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി ട്രൂ. Then only we can say P and Q are true. And P and Q both are true, then we can say P and Q
ഓൾസോ ട്രൂ. അതായത് പിയും ട്രൂ ആണ് ക്യൂവും ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ആൻഡ് ക്യൂ ട്രൂ ആണെന്ന് പറയാം. അതുപോലെ പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പി ഫോൾസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കാരണം എന്താ, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ. അപ്പോൾ പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പി ട്രൂ ആയിരിക്കും. നമുക്ക് അതുപോലെ തന്നെ എന്ത് പറയാം? പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ ഫോർ ക്യൂവും ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതുപോലെ പി ട്രൂ ആണെങ്കിൽ പി ഓർ ക്യൂ ട്രൂ ആണെന്ന് ഡെഫിനറ്റായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ പി ഓർ ക്യൂ ട്രൂ ആണ്, നെഗേഷൻ പി ഓർ ആറും ട്രൂ ആണ് എങ്കിൽ, ഇപ്പോൾ പി ഫോൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ ആയിരിക്കും. ദെൻ നമുക്ക് പറയാം ക്യൂ ഓർ ആർ ട്രൂ ആണെന്ന് നമുക്ക് പറയാം. Then we will see the modus ponens or law of detachment in detail. So first one, so P and P implies Q. So the corresponding tautology is P and P implies Q implies Q. So proof using the truth table. We have drawn the truth table here. So suppose P is true and Q is true, then P implies Q is true. Okay, and here in this case we have given that the P is true. So we can consider only these two cases because we have already given P is true and P implies true. Then this Q must be true here. Then only we can say this P implies Q. Therefore Q. Okay, that means here if we are taking two arguments P and P implies Q, and if these statements or these arguments are true, then we can say this Q must be true. Okay, അതായത് P ട്രൂ ആണ്, P ഇംപ്ലൈസ് Q ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യൂവും ട്രൂ ആയിരിക്കും എന്ന് പറയാം. കാരണം ഈ ഒരു ട്രൂത്ത് ടേബിൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ P ഇംപ്ലൈസ് Q ട്രൂ ആയിട്ടുള്ള കേസ്, ആ ക്യൂ ആയിട്ടുള്ള കേസിൽ P ട്രൂ ആയിട്ടുള്ള രണ്ട് കണ്ടീഷനാണുള്ളത്. ആ രണ്ട് കണ്ടീഷനിൽ P ഇംപ്ലൈസ് Q ട്രൂ ആയിട്ടുള്ള ഒറ്റ റോ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് റോ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്യൂവിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ എന്ത് പറയാം? P ട്രൂ ആണ്, P ഇംപ്ലൈസ് Qവും ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ Q ട്രൂ ആയിരിക്കും. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ലെറ്റ് P ബി ഇറ്റ് ഈസ് നോയിങ് ആൻഡ് ലെറ്റ് Q ബി ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്സ്. അപ്പോൾ ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോയിങ്. ഓക്കെ, അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നുകൊണ്ട് തന്നെ നമുക്കറിയാം ദെർഫോർ ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അതായത് ലെറ്റ് P ബി ഇറ്റ് ഈസ് നോയിങ്, ലെറ്റ് Q ബി ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത് ആൻഡ് ദ സ്റ്റേറ്റ് ആർഗ്യുമെൻറ്റ്സ് ആർ ഇഫ് ഇറ്റ് ഈസ് നോയിങ് ദെൻ ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബോളിക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തി? ദെർഫോർ ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത്. നെക്സ്റ്റ് വൺ മോഡസ് ടോളൻസ്. മോഡസ് ടോളൻസ് എന്ന് പറയുമ്പോൾ നെഗേഷൻ Q, P ഇംപ്ലൈസ് Q. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നെഗേഷൻ P. ലുക്ക് അറ്റ് ദ ടേബിൾ ഹിയർ. സോ ഹിയർ P implies Q is true and negation Q is true, that means Q is false. So here we have only one statement like that, one row, that is the last row. From this we can say here P implies Q is true and P is false, that means negation Q is true. നെഗേഷൻ Q ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Q ഫോൾസ് ആണെന്ന് പറയാം. അപ്പോൾ P ഇംപ്ലൈസ് Q ട്രൂ, അതുപോലെ Q ഫോൾസ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഒരു റോ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. അതിൽ P എന്താണ്? P ഫോൾസ് ആണ്. P ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെഗേഷൻ P ട്രൂ ആണെന്ന് പറയാം. നമ്മളിവിടെ ട്രൂ ആയിട്ടുള്ള കേസാണ് എടുക്കുന്നത്. അപ്പോൾ നെഗേഷൻ Qവും P ഇംപ്ലൈസ് Q ട്രൂ ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ നെഗേഷൻ Q ഈസ് ട്രൂ. Okay, so from the above example we can just take it as an example. Let P is equal to it is knowing and Q is equal to I will study discrete math. Then if it is knowing, then I will study discrete math. And the next statement is I will not study discrete math. And from these statements we can say therefore it is knowing. Okay, and next one, hypothetical syllogism. So here P
P implies Q and Q implies R. Therefore, from these two statements we can conclude that P implies R. Okay, so if P implies Q, then Q implies R. So we can definitely say P implies R. Here, for example, let P be it snows, and let Q be I will study discrete math, and R be I will get an A. And from this we can derive as if it snows, then I will study discrete math, and if I study discrete math, I will get an A. So we conclude, therefore, if it rains, I will get an A. Okay, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഇത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ P ഇംപ്ലൈസ് R ആണ്. നമുക്ക് ഇത് രണ്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? P ഇംപ്ലൈസ് R ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ദ കറസ്പോണ്ടിങ് ടോട്ടോളജി ഈസ് ഗിവൺ ഹിയർ. P ഇംപ്ലൈസ് Q and Q implies R. That implies P implies R. Okay. Next one is disjunctive syllogism that I have already explained before. So P or Q and negation P, then Q. That means let P be I will study discrete math, let Q be I will study English literature. So I will study discrete math or I will study English literature, and I will not study discrete math. And from these statements we can conclude that therefore I will study English literature. Okay, അതായത് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു, ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത്, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചറും. അപ്പോൾ ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത് ഓർ ഐ വിൽ സ്റ്റഡി, ഒന്നുകിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ലിറ്ററേച്ചർ പഠിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് മാത്ത് പഠിക്കും. അപ്പോൾ നമുക്കത് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഞാൻ ഡിസ്ക്രീറ്റ് മാത്ത് പഠിക്കില്ല. അപ്പോൾ എന്താ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ട്രൂ, അതായത് ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതോ അല്ലെങ്കിൽ അതോ എന്നുള്ളത് തന്നു. ഇതല്ല എങ്കിൽ എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. And next one is addition, and the corresponding tautology is here. P implies P or Q. Let P be I will study discrete math, and Q be I will visit Las Vegas. I will study discrete math. Then therefore I will study discrete math or I will visit Las Vegas. നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്താ? ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത് ട്രൂ ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്തുകൊണ്ടും ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഏതൊരു വേരിയബിൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും നമുക്കതിൽ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. The next one is simplification. And in simplification, if P and Q is true, then we can say P is true. For example, let P be I will study. If P be I will study discrete math and Q be I will study English literature, then I will study discrete math and English literature. Okay. Therefore, I will study discrete math. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ആൻഡ് കണ്ടീഷനാണ്. ആൻഡ് കണ്ടീഷൻ ആകുമ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആൻഡ് കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണ് എന്നുള്ള കേസിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, I will study discrete math, or we can also conclude that I will study English literature. അത് രണ്ടും നമുക്കിവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതായത് ഇവിടെ P or Q ട്രൂ ആണെങ്കിൽ therefore Q എന്ന് പറയുന്നത് നമുക്കവിടെ കൺക്ലൂഡ് ചെയ്യാം. കാരണം നമ്മുടെ ഇത് ട്രൂ ആണെങ്കിൽ there must be P true or Q true. നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ തെറ്റില്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ Q and P as per commutative law, P and Q is equal to Q and P. So Q and P is true, therefore Q is true. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് കൺജങ്ഷൻ. P is true, Q is true, therefore P and Q true. Okay, for example, let P be I will study discrete math and Q be I will study English literature. So I will study discrete math and I will study English literature, both are true. So therefore I will study discrete math and I will study English literature. അതായത് രണ്ടും ട്രൂ ആണ്, അതുകൊണ്ട് നമുക്ക് P and Q ട്രൂ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. Next is resolution.
It plays an important role in artificial intelligence and it is used in the programming language Prolog. And here P or Q and negation P or R are true. Therefore Q or R. Okay, corresponding tautology we have given here. Then let P be I will study discrete math, and let Q be I will study databases, and R be I will study English literature. And the statements are I will study discrete math or I will study databases, and I will not study discrete math or I will study English literature. And therefore I will study databases or I will study English literature. കാരണം എന്താ, നമ്മളതിൽ രണ്ടും കേസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റായിട്ടും പറയാൻ പറ്റുന്ന ട്രൂ ആയിട്ടുള്ള കേസ് ഏതാണ്? ഐ വിൽ സ്റ്റഡി ഡാറ്റാബേസസ് ഓർ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കാരണം അതിൽ ഏതും ട്രൂ ആവാം. പക്ഷേ ഇത് ഡെഫിനറ്റായിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ട്രൂ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഐ വിൽ സ്റ്റഡി ഡാറ്റാബേസസ് ഓർ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. Next is proof by cases. So P implies Q and R implies Q, both are true, and P or Q are true, then we can say Q must be true. That means let P be I will study discrete math, and let Q be I will study computer science, and let R be I will study databases. And if I will study discrete math, then I will study computer science, and if I will study databases, then I will study computer science. I will study discrete math or I will study databases. Therefore I will study computer science. ഇതെങ്ങനെ ഇങ്ങനെ വന്നു? അതായത് ഞാൻ ഡിസ്ക്രീറ്റ് മാത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പഠിക്കും? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. ഞാൻ ഡാറ്റാബേസസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പഠിക്കും? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. ഞാൻ ഡിസ്ക്രീറ്റ് മാത്തോ ഡാറ്റാബേസസോ ഞാൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും എന്ത് പറയാം? ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു എനിക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം ആദ്യത്തെ രണ്ട് കണ്ടീഷനും ട്രൂ ആണ്, രണ്ട് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ട് കണ്ടീഷൻ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആകുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മൂന്നാമത്തത് ട്രൂ ആണെന്ന് പറയാം. അതായത് ഐ വിൽ സ്റ്റഡി ഡിസ്ക്രീറ്റ് മാത്ത് ഓർ ഡാറ്റാബേസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും. പക്ഷെ അത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് ഞാൻ P ഇംപ്ലൈസ് Q ട്രൂ ആണ്, R ഇംപ്ലൈസ് Q ട്രൂ ആണ്. അതിൽ P ഓർ R രണ്ട് ട്രൂ ആണെങ്കിൽ, ഏതെങ്കിലും ഒന്ന് തന്നെ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? Q ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൂഫ് ബൈ കേസസ്. ആൻഡ് നെക്സ്റ്റ് വൺ കൺസ്ട്രക്റ്റീവ് ഡിലേമ, or we can say disjunction of modus ponens. So P implies Q and R implies S. Then if P or R, therefore Q or S. For example, let P be I will study discrete math, let Q be I will study computer science, let R be I will study protein structures, let S be I will study biochemistry. If I will study discrete math, then I will study computer science. If I will study protein structures, then I will study biochemistry. And I will study discrete math or I will study protein structures. Therefore I will study computer science or ബയോകെമിസ്ട്രി. അതായത് നമ്മൾ ആ രണ്ട് കേസസ് പറഞ്ഞു. അതായത് ഞാൻ ഡിസ്ക്രീറ്റ് മാത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും, പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബയോകെമിസ്ട്രി പഠിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് മാത്ത് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. അതിപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? ഡിസ്ക്രീറ്റ് മാത്ത് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും പഠിക്കുന്നത്, പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ബയോകെമിസ്ട്രി ആയിരിക്കും പഠിക്കുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് മാത്ത് ഓർ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ ബയോകെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ അതിൽ ഓർ കേസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴെയുള്ളത് എന്ത് പറയാം? ഓർ കേസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഡിലേമ. Here in disjunctive dilemma we can call it as a disjunction of modus tollens. So P implies Q, R implies S, and negation Q or negation S, then it implies negation P or negation S. We can compare this with the previous one. Let P be I will study discrete math, let Q be I will study computer science, let R be I will study protein structures, and let S be I will study biochemistry. And if I will study discrete math, then I will study computer science, and if I will study protein structures, then I will study biochemistry. And here
I will not study computer science or I will not study biochemistry. Therefore, we can conclude that I will not study discrete math or I will not study protein structures. കാരണം അത് രണ്ടും നെഗേഷനായിട്ട് വരുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ കൺക്ലൂഷനിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ നെഗേഷൻ്റെ കേസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Okay, and next one is absorption. P implies Q is true, then P implies P and Q is true. So here Q is absorbed by P in the conclusion. Okay, Q is absorbed by P. So here let P be I will study discrete math, and let Q be I will study computer science. If I will study discrete math, then I will study computer science. Okay, if I will study discrete math, then I will study computer science. Therefore, I will study discrete math, then I will study discrete mathematics, and I will study computer science. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ എന്താ വെച്ചാൽ ഞാൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. അതുകൊണ്ട് എനിക്ക് ഞാൻ എന്താ പറയുക, ഞാൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും പഠിക്കും, കമ്പ്യൂട്ടർ സയൻസും പഠിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് conclude ചെയ്യാം. Next one, building valid arguments. A valid argument is a sequence of statements where each argument is either a premise or follows from previous statements called premises by rules of inference, and the last statement is called conclusion. ഓക്കെ, അപ്പോൾ ഒരു വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നിക്കൽ പ്രിമൈസ് ഉണ്ടാവും. പ്രിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓർ ഫോളോസ് ഫ്രം പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് കോൾഡ് പ്രിമൈസ്, അല്ലെങ്കിൽ പ്രിമൈസിൽ നിന്ന് ഫോളോ ചെയ്തിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ റൂൾസ് ഓഫ് ഇൻഫറൻസ്. അതായത് നമ്മൾ ഓൾറെഡി ഒരുപാട് റൂൾസ് ഓഫ് ഇൻഫറൻസ് പഠിച്ചു. ആ റൂൾസിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ ഒരു വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ടേക്സ് ദ ഫോളോയിങ് ഫോം. ദാറ്റ് മീൻസ് പ്രിമൈസ് 1, പ്രിമൈസ് 2, എക്സെട്ര, പ്രിമൈസ് n, therefore the conclusion. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ നോൺ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് റൂൾസ് ഓഫ് ഇൻഫറൻസ് വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും. ഇതുപോലെയാണ് നമ്മളൊരു വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്. Okay, then here for example, show that the hypothesis, it is not sunny this afternoon and it is colder than yesterday, so we will go swimming if it is sunny. If we do not go swimming, then we will take a canoe trip. If we take a canoe trip, then we will be home by sunset, and this lead to a conclusion, we will be home by the sunset. And here the main steps include the translate the statements into a propositional logic, or we can say we have to translate these statements into a symbolic language and write a formal proof and a sequence of statements. Okay, so here we can write where s, let s is a variable, and we can write it is sunny this afternoon, and c, it is colder than yesterday. W means we will go swimming. T means we will take a canoe trip, and h is equal to we will be home by the sunset. And it is not sunny this afternoon and it is colder than yesterday, and we can translate these statements into a propositional logic like sigma or negation s and c, because it is not sunny. അതുകൊണ്ട് നോട്ട് സണ്ണി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എസ് ആണ് നമ്മുടെ സണ്ണി ആയിട്ടുള്ളതിന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സണ്ണി ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സണ്ണി എന്ന് പറയുമ്പോൾ നെഗേഷൻ എസ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സണ്ണി ദിസ് ആഫ്റ്റർനൂൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ കോൾഡർ എന്നുള്ളതിന് നമ്മൾ എന്താ കൊടുത്തത്, വേരിയബിൾ സി ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് എന്ന കണക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ടിനെ നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് ഒരു സിംബോളിക് ഫോമിലേക്ക് എടുക്കാം, നെഗേഷൻ എസ് ആൻഡ് സി. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, വി വിൽ ഗോ സ്വിമ്മിങ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സണ്ണി. അപ്പോൾ വി വിൽ ഗോ സ്വിമ്മിങ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. സോ വി വിൽ ഗോ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഡബ്ല്യു, ഓൺലി ഇഫ് ഇറ്റ് ഈസ് സണ്ണി. സോ ഇറ്റ് ഇംപ്ലൈസ് എസ്, ബിക്കോസ് സണ്ണി എന്നുള്ളതിൻ്റെ നമ്മുടെ സിംബോളിക് ഫോം എസ് ആണ്. സോ ഡബ്ല്യു ഇംപ്ലൈസ് എസ്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് വി ഡു നോട്ട് ഗോ സ്വിമ്മിങ് ദെൻ വി വിൽ ടേക്ക് ദി കനോ ട്രിപ്പ്. അതായത് ഇപ്പോൾ ഇവിടെ വി ഡു നോട്ട് ഗോ സ്വിമ്മിങ് ആണ്. അപ്പോൾ വി വിൽ ഗോ സ്വിമ്മിങ് എന്നുള്ളത് ഡബ്ല്യു ആണ്. അപ്പോൾ വി വിൽ നോട്ട് ഗോ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നെഗേഷൻ
W ആയിരിക്കും. ദെൻ വി വിൽ ടേക്ക് എ കനോണിക് ട്രിപ്പ്. അപ്പോൾ അതിനെ നമ്മൾ ഫോമിലേക്ക് സിംബോളിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ നെഗേഷൻ W ഇംപ്ലൈസ് T. ആൻഡ് ഇഫ് വി ടേക്ക് എ കനോണിക് ട്രിപ്പ് ദെൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ്. അതായത് ഈ ഒരു ഫോമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വി വിൽ ടേക്ക് എ കനോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിംബോളിക് ഫോം എന്താണ്? ടി ആണ്. അപ്പം ഈഫ് ദെൻ്റെ നമ്മളെ ഫോം എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷനാണ് ഈഫ് ദെൻ. അപ്പോൾ ഈഫ് ദെൻ നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ടി ഇംപ്ലൈസ് എച്ച്. എന്തുകൊണ്ടാണ് എച്ച് എന്ന് പറയുന്നത് എന്താ? വി വിൽ ബി ഹോം ബൈ ദി സൺസെറ്റ്. അപ്പോൾ ഇവിടെ ദെൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ് ആണ്. അപ്പോൾ ടി ഇംപ്ലൈസ് എച്ച്. ദെൻ ലാസ്റ്റ് വൺ വി വിൽ ബി ഹോം ബൈ ദി സൺസെറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താ? വി വിൽ ബി ഹോം ബൈ ദി സൺസെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് എച്ച് ആണ്. So the answer will be like this. We can draw a table and step by step we can write and the reason for that. Negation S and C is a hypothesis, that is a known argument, and from that we can write sigma negation S as per the rule simplification, and W implies S is a hypothesis, and from that as per the modus tollens of 2 and 3 we can write negation of W, and negation W implies T is a hypothesis and T is a modus ponens of 4 and 5. So T implies H is a hypothesis, and from that we can write H is true. Okay, so this is a final one. And next example, valid arguments from the single proposition P and P implies Q show that Q is a conclusion. So from these statements we can write step by step. P and P implies Q is a premise, and from that using the conjunction we can write P is true. Okay, then from that we can also write P implies Q as per the conjunction, and from that using rule step 2 and 3 we can conclude Q as per the rule modus ponens. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ക്യൂവിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ ക്യൂവിലേക്ക് നമുക്ക് ഏത് രീതിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റും? പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ ആണ് നമ്മുടെ പ്രിമൈസ്. ആ തന്നിരിക്കുന്നതിൽ നമുക്ക് എന്തെടുക്കാം? പി എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് നമുക്ക് പറയാം ആസ് പെർ കൺജങ്ഷൻ. അതുപോലെ തന്നെ പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് ട്രൂ ആയിട്ട് പറയാം. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവും പിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ക്യൂ ട്രൂ ആണെന്ന് പറയാം ആസ് പെർ ദി റൂൾ മോഡസ് പോണൻസ്. അപ്പോൾ ഈ ഓരോ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ നിന്നും നമുക്ക് അതാണ് നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞത്. കാരണം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, റൂൾസ് ഓഫ് ഇൻഫറൻസ് ഫോർ ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. These are the rules of inference: universal instantiation, universal generalization, existential instantiation, and existential generalization. We will explain it on the next session. Thank you.